യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ അറിയാൻ പറ്റും നിങ്ങൾക്കത് അനുഗ്രഹമാകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് അതെത്തുന്നത്. പിന്നെ ഇന്ന് കേൾക്കുന്ന വചനത്തിന് നാളെ നേരം വെളുക്കുമ്പോൾ നാളെ കഴിഞ്ഞ് എവിടെയായാലും ഉത്തരം എന്ന് ചിന്തിക്കരുത്. ഉചിതമായ സമയത്ത് അത് നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ തുടങ്ങും. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. പയറ് നട്ട് പയറിൻ്റെ ഒരു വിത്ത് നട്ടിട്ട് നാളെ നമ്മൾ പയറ് പറിക്കാൻ ചെല്ലുമോ? തെങ്ങിൻ്റെ ഒരു തൈ നട്ടേച്ച് നാളെ തേങ്ങ പറിക്കാൻ ചെല്ലുമോ? റബ്ബറിൻ്റെ ഒരു തൈ നട്ടേച്ച് നാളെ റബ്ബർ വെട്ടാൻ ചെല്ലുമോ? കമുങ്ങ് നട്ടേച്ച് നാളെ അടയ്ക്ക പറിക്കാൻ ചെല്ലുമോ? ഇല്ല. നമ്മൾ കുറച്ചു നാൾ അത് വളർന്ന് അത് ഫലം കായ്ക്കാൻ കാത്തു നിൽക്കും. അതിന് വേണ്ടതെല്ലാം ചെയ്യും. അതിന് വേണ്ട വളവും വെള്ളവും കരുതലും കൊടുക്കും. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് നിങ്ങളുടെ നാളുകളിലാണ്. അത് ഫലമായി അത് നിങ്ങൾ നേടിയെടുക്കും. അത് ഒരു തൈച്ചെടി വളരുന്നത് പോലെ ആ അനുഗ്രഹം വളർന്നു വരട്ടെ. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇന്ന് കേൾക്കുന്ന വചനത്തിന് നാളുകളിൽ അധരം തുറന്ന് പറയാൻ ചില അനുഗ്രഹങ്ങളുണ്ടാവും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥനയോടെ ഇന്ന് ദിവസം ആരംഭിക്കാം. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. നിയോഗം സമർപ്പിച്ചവരെ, ഇവിടെ വന്ന് സമർപ്പിച്ചവരെ ഓർക്കുന്നു. പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിനുള്ള വചനം കേൾക്കുന്ന, ആ വചനം അനേകർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ആത്മാവിൽ ചേർത്ത് വയ്ക്കുന്നു. സഭാവ്യത്യാസമില്ലാതെ, ജാതി മതഭേദമില്ലാതെ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ അവരെ ചേർത്ത് നിർത്തുന്നു. ആമേൻ. ഇന്ന് വചനം കേൾക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ മനസ്സു തകർന്ന് മനസ്സിടിഞ്ഞിരിക്കുന്ന ഒരാളെ കാണാൻ പറ്റും. എന്നിട്ട് ആ വ്യക്തിയോ, നീ അവിടെ തന്നെ ഇരിക്കുക, കുറേ ഇങ്ങനെ വിഷമിച്ച് അവിടെ തന്നെ ഇരുന്നോ എന്നല്ല ദൈവം പറയുന്നേ. ആ വ്യക്തിയെ, ചങ്ക് തകർന്ന് മനസ്സിടിഞ്ഞിരിക്കുന്ന വ്യക്തിയെ ദൈവം തട്ടി ഉണർത്തി നിനക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന, ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ദൈവത്തെ കാണുകയാണ്. നിങ്ങൾക്കിത് അനുഗ്രഹമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്നെടുക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. അതിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞെന്നറിയാമോ? ജീവിച്ചത് മതി, എനിക്കിനി മുന്നോട്ടൊന്നും വേണ്ട, മരിച്ചു കിട്ടിയാൽ മതി, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക. മനസ്സ് മടുത്ത്, മനസ്സിടിഞ്ഞ്, മനസ്സ് തകർന്ന ഒരാളാണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത്. ഇവിടെ കിടന്നുറങ്ങുവാണ്. അത് കിടക്കുന്നത് ഒരു ചെറിയ തൈച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന സമയം. 5-ാമത് അവൻ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങിയ സ്ഥലത്ത് കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി. ഞാൻ വിശ്വസിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ വചനം മനസ്സു തളർന്ന് വേദനിക്കുന്ന നിങ്ങളെ തട്ടി ഉണർത്തുന്നതാണ്. നിങ്ങളെ എഴുന്നേൽപ്പിക്കുക. സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നിന്റെ കരങ്ങൾ ഭാഗ്യമുള്ളതാണ്, നിനക്കൊരു ഭാഗ്യമുണ്ട്, നിനക്കൊരു വെളിച്ചമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിൻ്റെ ആ പ്രയാസത്തെ കളഞ്ഞേച്ച് നമ്മളെ തട്ടി ഉണർത്തുന്നതായി വചനം. ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തിയത് കൊണ്ടാ ഈ 5:30-ക്ക് എഴുന്നേറ്റിരിക്കുന്നേ, ഈ സമയം ഈ വചനം കേൾക്കുന്നേ. നിങ്ങൾ കേൾക്കുന്നത് ജീവിതത്തിൻ്റെ പല സമയത്തായിരിക്കാം. ദൈവത്തിൻ്റെ ദൂതൻ്റെ സഹായമുണ്ട്. ദൈവം നിങ്ങളെ കാണുന്നോണ്ടാ ഈ വചനം നിങ്ങൾ കേട്ടതുപോലും. അപ്പോൾ അടുത്ത വാക്യം നോക്കൂ. തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് മരിക്കാൻ മതി, ജീവിതം മതി, മടുത്തു എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന
ആളുടെ മുമ്പിൽ ഇപ്പോൾ ഭക്ഷണം ഇരിക്കുന്നു. വാക്യം, എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രവും വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു, അടുത്തു ഇരിക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ തട്ടി ഉണർത്തുന്നത് എന്തിനെന്നറിയോ? നിന്റെ അടുത്ത് ദൈവം വച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ കാണാനാണ്. നിന്റെ അടുത്ത് ദൈവം ചില നന്മകൾ കൊണ്ടുവരുന്നുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ അടുത്ത് ചില വിടുതലുകൾ എത്തുന്നുണ്ട്, ചില സൗഖ്യമുണ്ട്. കണ്ണടച്ചു കിടക്കരുത്, എഴുന്നേറ്റ് നോക്ക്, എഴുന്നേൽക്ക്. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. മടുത്തു, മതി, ജീവിക്കണ്ട, മരിച്ചു കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെ വിഷമിക്കുമ്പോൾ പറഞ്ഞു പോവുമായിരിക്കും. മനുഷ്യരല്ലേ, സാധാരണ മനുഷ്യരല്ലേ, സാധാരണ പോലെ ചിന്തിക്കുന്നവരല്ലേ. വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതൊന്നും ദൈവം കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. നമ്മളതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. ദൈവത്തിന് നമ്മളെ അറിയാം. നമ്മൾ വിഷമത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് ദൈവത്തിനറിയാം. ആ ദേഷ്യത്തിൽ അങ്ങനെ സംസാരിച്ചാൽ ദൈവത്തിനറിയാം. അതൊക്കെ ദൈവം നമ്മളെ മനസ്സിലാക്കും. മനുഷ്യനെ പോലെ അല്ല. ഏലിയ എന്തുവാ പറഞ്ഞത്? മരിച്ചാൽ മതി, എൻ്റെ ജീവൻ എടുത്തോളൂ. നമ്മളെപ്പോലെ ഒരാളല്ല, പ്രവാചകനാണ്, അത്ഭുതങ്ങൾ ചെയ്തയാളാണ്, വലിയൊരു ശുശ്രൂഷകനാണ് ഇദ്ദേഹം. പക്ഷെ ഇന്ന് മനസ്സിടിഞ്ഞു പോയി, മനസ്സ് തകർന്നിരിക്കുക. അതാ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. മനസ്സ് തകർന്നവരും മനസ്സ് വിഷമിക്കുന്നവരും ഒക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ദൈവം ഉപേക്ഷിക്കത്തില്ല, അവരെ തള്ളിക്കളയത്തില്ല. ദൈവം മനസ്സിലാക്കി കൂടെ നിൽക്കും. എന്നിട്ട് പറഞ്ഞ വാക്കാണ് എഴുന്നേൽക്ക്. എന്തിനാ ഞാൻ എഴുന്നേൽക്കുന്നത്? ഒരമ്മ പറഞ്ഞു, തൻ്റെ മകനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ആ മകൻ, ഞാൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? എടാ നീ പോയി കുളിക്ക്. ഞാൻ എന്തിനാ കുളിക്കുന്നത്? തലമുടി ചെയ്യുക. ഞാനിപ്പോൾ തലമുടി എന്തിനാ ചെയ്യുന്നത്? എന്നെ ആര് കാണാനാ? എന്നെ ആര് ഇഷ്ടപ്പെടാനാ? എടാ ഉടുപ്പൊന്ന് തേച്ചിട്ടിട്ട്. ഓ, ഞാൻ എന്തിനാ ഉടുപ്പ് തേക്കുന്നത്? എന്നെ ആരും ഇഷ്ടപ്പെടില്ല. ഈ എല്ലാത്തിനും നെഗറ്റീവ്. ഏലിയ കിടന്നുറങ്ങിയപ്പോൾ ഏലിയായി തട്ടി ഉണർത്തി. ഏലിയ പറഞ്ഞല്ലേ, ഞാൻ എന്തിനാ എഴുന്നേൽക്കുന്നത്? ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ. അല്ല, ഏലിയ എഴുന്നേറ്റു, കണ്ണു തുറന്നു. നോക്കിയപ്പോൾ വളരെ ചുടുകല്ലിൽ ചുട്ടെടുത്ത വളരെ ചൂടുള്ള അപ്പവും വെള്ളവും ഒക്കെ ഇരിക്കുന്നു. എവിടെ? തലയ്ക്കടുത്ത്, തൊട്ടടുത്ത്, കയ്യെത്തുന്ന ദൂരത്ത്. പ്രിയപ്പെട്ടവരെ, ദൈവം ദൈവവചനം നൽകി നിന്നെ തട്ടി ഉണർത്തുന്നത് വഴക്ക് പറയാനല്ല, നിന്നെ കുറ്റപ്പെടുത്താനല്ല, നിരാശപ്പെടുത്താനല്ല, ഉള്ള സന്തോഷം കെടുത്തിക്കളയാനല്ല. എഴുന്നേക്ക്, നീ നോക്ക്, നിൻ്റെ അടുത്തൊരു അനുഗ്രഹമുണ്ട്. നിനക്കൊരു പുതിയ വഴി തുറന്നു വരുന്നുണ്ട്. നിനക്കൊരു സൗഖ്യമുണ്ട്. നിനക്കൊരു പുതിയ ശുശ്രൂഷയുണ്ട്. നിൻ്റെ വിഷമങ്ങളൊക്കെ മാറി നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞത് കാണിക്കാനാ, അത് നിന്നെ കേൾപ്പിക്കാനാ ദൈവം നിന്നെ തട്ടി ഉണർത്തുന്നത്. പലരും നമ്മളെ തട്ടി ഉണർത്തുന്നത് വഴക്ക് പറയാനാ, പലരും നമ്മളെ തട്ടി ഉണർത്തുന്നത് കുറ്റം പറയാനാ. ഇന്നലത്തേത് പറഞ്ഞു തീർന്നിട്ടില്ല, ബാക്കിയും കൂടെ പറയാനാ എഴുന്നേക്കാൻ പറയുന്നത്. ഇന്നലെ പറഞ്ഞു തീർന്നിട്ടില്ല, കുറച്ചുകൂടെ എനിക്ക് പറയാനുണ്ടെന്നാ ചിലർ പറഞ്ഞത്. അയ്യോ മടുത്തു, ഇനി പറയല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ദൈവം നിന്നോട് പറയുന്നത്. നിനക്ക് മനസ്സ് വിഷമിക്കുന്ന രണ്ട് കാര്യം കൂടെ പറയാനല്ല, നിൻ്റെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും നിരാശയെയും എല്ലാം എടുത്തു മാറ്റിയിട്ട് പറയുക, നിൻ്റെ അടുത്ത് ചുടുകല്ലിൽ ചുട്ട അപ്പം പോലെ, ചൂടുള്ള അപ്പം പോലെ ചില ദൈവം നേരിട്ട് നൽകുന്ന അനുഗ്രഹം നിൻ്റെ അടുത്തിരിപ്പുണ്ട്. അത് കാണിക്കാനും അതെടുക്കാനും. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് താഴെ, നിനക്കൊരുപാട് കാര്യം ചെയ്യാനുണ്ട്, നിനക്കൊത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഇങ്ങനെ മനസ്സ് വിഷമിച്ചാൽ എന്താ ചെയ്യേണ്ടത്? മനസ്സ് വിഷമിച്ചിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇങ്ങനെ ഭാരമായിട്ടിരുന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ കളഞ്ഞ് എഴുന്നേറ്റേ. എന്നിട്ട് പറയുക, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. എനിക്ക് നിങ്ങളോട് ഈ വചനം, നിങ്ങളെ ദൈവത്തിൻ്റെ ദൂതൻ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ വേണം ചിലതൊക്കെ നേടിയെടുക്കാൻ, നിങ്ങൾ വേണം ചിലതൊക്കെ പണിതെടുക്കാൻ, നിങ്ങൾ വേണം ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ, നിങ്ങൾ വേണം ഈ മക്കളുടെ ഭാവി അനുഗ്രഹമാക്കാൻ, നിങ്ങൾ വേണം ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ സുവിശേഷം കൊടുക്കേണ്ടത് നിങ്ങൾ വേണം. നിങ്ങളെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. അങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും? ഇങ്ങനെ വേദനിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും? ഓ, ഞാൻ രോഗിയാ, എൻ്റെ ശരീരമൊക്കെ പോയി, എനിക്കിത്രയും വയസ്സായി, ഇനി എന്നാ ചെയ്യാനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എഴുന്നേൽക്ക്, ഒന്ന് ധൈര്യത്തോടെ എഴുന്നേൽക്ക്.
ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നേ. നിന്റെ അടുത്ത് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കിടന്നുറങ്ങി കണ്ണടച്ചിരുന്ന കാണാൻ പറ്റുമോ? എഴുന്നേൽക്ക്, അത് ഭക്ഷിക്ക്, അതെടുക്ക്. ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. എന്നെ കേൾക്കുന്ന ഒരു കുഞ്ഞായിരിക്കാം, ഒരു യുവാവായിരിക്കാം, മനസ്സ് വിഷമിച്ചിരിക്കാതെ, ഒരു അപ്പച്ചനായിരിക്കാം, അമ്മയായിരിക്കാം, ആരുമാകട്ടെ, ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. നിന്റെ കരങ്ങളിലൂടെ ചിലത് നേടിയെടുക്കണം. ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഇന്ന് കേട്ട വചനത്തിലൂടെ ഇവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗം സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം എന്നെയാ തട്ടി ഉണർത്തിയത്. എവിടെയെങ്കിലും കിടക്കട്ടെ, എന്തേലും ആകട്ടെ, അവിടെ കിടന്നുറങ്ങട്ടെ, ആർക്ക് പോയി, ഇങ്ങനൊന്നും അല്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, ദൈവത്തിൽ നീ എഴുന്നേൽക്ക്, പ്രാർത്ഥിച്ചെഴുന്നേൽക്ക്, ആരാധിച്ചെഴുന്നേൽക്ക്. ആരെയൊക്കെയോ എഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാണ് കുഞ്ഞെ നീയും. ആരെയൊക്കെയോ ജീവിതത്തിലേക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാ നീ. ആരെയൊക്കെയോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാ നിന്റെ ഫോണിലുള്ള കുറേ നമ്പറും ബന്ധവും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇല്ലേ, കുടുംബത്തിൻ്റെ ഗ്രൂപ്പ്, പള്ളിയുടെ ഗ്രൂപ്പ്. ആരെയൊക്കെയോ ദൈവത്തിൽ എഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാണ് നീ. നിന്റെ വിരലും നിന്റെ ചിന്തകളൊക്കെ നമ്മൾ അറിയുന്നില്ല, ആരും അറിയൊന്നുമില്ല. പക്ഷെ ദൈവം നിന്നോട് പറയുക, ചിലരൊക്കെ കിടന്നുറങ്ങുക, ചിലരൊക്കെ വിഷമിച്ചിരിക്കുക, ചിലരൊക്കെ മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരൊക്കെ എഴുന്നേൽപ്പിക്കേണ്ട ദൈവദൂതനാണ് കുഞ്ഞെ നീ. ഒരു അമ്മയെന്ന നിലയിൽ നീ, ഒരു അപ്പനെന്ന നിലയിൽ നീ, ഒരു യുവാവെന്ന നിലയിൽ ഒരു ശുശ്രൂഷകനാണ് നിങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ അതുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ തലമുറയിൽ, സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, എഴുതാൻ പോകുന്ന എക്സാമുകളിൽ, ഇൻ്റർവ്യൂകളിൽ, ജോലി സ്ഥലങ്ങളിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ തട്ടി ഉണർത്തുക. ചതഞ്ഞ മനസ്സോടെ ഇരിക്കല്ല്, സങ്കടപ്പെട്ടിരിക്കല്ല്. എഴുന്നേക്ക്. പോയതിനെക്കുറിച്ചല്ല, മുന്നോട്ട് നേടാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്ക്. നല്ലതൊക്കെ മേടിക്കണം, നല്ലത് നേടിയെടുക്കണം. പറ്റും. നല്ല ശുശ്രൂഷകളുണ്ട് മുമ്പിൽ. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം ദൈവം തരട്ടെ. കുടുംബത്തിൽ സമാധാനം, ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവം സമർത്ഥമായി നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ, ഇത് കേട്ടവരെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച നിയോഗ പ്രാർത്ഥനയുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആ ഒരു ശുശ്രൂഷ, വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയും വ്യാഴാഴ്ച വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വരാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ മറ്റു ചിലവുകളൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട. ഇവിടെ മറ്റു ഫീസുകളോ ഒന്നുമില്ല. നിങ്ങൾക്ക് താമസിക്കാം, ഉള്ള സൗകര്യത്തിലായിരിക്കാം. ഒരു ദിവസമൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. നിങ്ങൾ കേൾക്കുന്ന വചനം അനുഗ്രഹമാകും. സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ആയുസ്സും ആരോഗ്യവും തരട്ടെ. നല്ലൊരു ദിവസം, നല്ലൊരു തിങ്കളാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.